കാർഷിക വാർത്തകൾ. അരവണയിൽ ചേർക്കാൻ ജൈവ ഏലത്തിന് ശബരിമലയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ വന്നു തുടങ്ങി. കുരുമുളക് വിപണിയിൽ ക്രിസ്മസിനായുള്ള വാങ്ങലുകൾ പുരോഗമിക്കുകയാണ്. തിരിച്ചുവരവിന്റെ സൂചനകളുമായി റബ്ബർ. ജൈവ ഏലത്തിന് ശബരിമലയിൽ നിന്നും ഓർഡറുകൾ എത്തിയത് കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകും. 4000 കിലോ ജൈവ ഏലക്കയാണ് അരവണയിൽ ചേർക്കാൻ ദേവസ്വം ബോർഡ് ശേഖരിക്കുന്നത്. മണ്ഡലകാലത്തെ ആവശ്യങ്ങൾക്കായി ഏകദേശം 12 ടൺ ഏലക്ക ശബരിമലയിൽ ആവശ്യമുണ്ട്. ജൈവ ഏലക്ക ഉൽപാദനത്തിന് മുൻതൂക്കം നൽകിയാൽ മികച്ച ഒരു വിപണി കർഷകർക്ക് ഉറപ്പുവരുത്താനാകും. ആഭ്യന്തര വാങ്ങലുകാർ ക്രിസ്തുമസ് മുന്നിൽ കണ്ടുള്ള വാങ്ങലുകൾക്ക് ഉത്സാഹിച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ 3104 രൂപയിലും ശരാശരി ഇനങ്ങൾ 2738 രൂപയിലും കൈമാറി. വലിപ്പം കൂടിയവയ്ക്ക് കയറ്റുമതി ഡിമാൻഡ് നിലവിലുണ്ട്. അന്താരാഷ്ട്ര കുരുമുളക് വിപണിയിൽ ക്രിസ്തുമസിനുള്ള അവസാനഘട്ട വാങ്ങലുകൾ പുരോഗമിക്കുന്നു. യൂറോപ്യൻ ഇറക്കുമതിക്കാരെ ആകർഷിക്കാൻ വിയറ്റ്നാമും ഇന്തോനേഷ്യയും നിരക്ക് അല്പം താഴ്ത്തി ചരക്ക് വാഗ്ദാനം ചെയ്തു. ഇരു രാജ്യങ്ങളും ടണ്ണിന് $6500 ആവശ്യപ്പെട്ടു. ബ്രസീലിൽ $6000 മുളക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കുരുമുളക് വില ടണ്ണിന് $800 ഹൈറേഞ്ചിൽ നിന്നും കൊച്ചി മാർക്കറ്റിലേക്കുള്ള ചരക്ക് വരവ് ശക്തമല്ല. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 657 രൂപ. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗം തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകുന്നു. ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ജപ്പാനിൽ 340 യെന്നിന് മുകളിൽ സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ റബ്ബർ നടത്തി. രണ്ടാം പകുതിയുടെ അവസാന മിനിറ്റുകളിൽ റബ്ബർ വില 352 യെന്നിലേക്ക് ഉയർന്നത് കണക്കിലെടുത്താൽ നാളെ രാജ്യാന്തര വില ഉയരാൻ സാധ്യത. ബാങ്കോക്കിൽ ഷീറ്റ് വില 192 രൂപയായി താഴ്ന്നാണ് വ്യാപാരം നടന്നത്. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 182 രൂപയിൽ സ്റ്റഡിയാണ്. കാർഷിക മേഖല റബ്ബർ ടാപ്പിംഗിന് ഉത്സാഹിക്കുന്നതിനാൽ നവംബർ 2ാം പകുതിയിൽ ഷീറ്റ് ലാറ്റക്സ് ലഭ്യതയും ഉയരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മത്തി വിലയിൽ വൻ ഇടിവ്. 1 കിലോ മത്തിക്ക് 15 രൂപയ്ക്കാണ് ചെല്ലാനം ഹാർബറിൽ വിൽപ്പന നടത്തുന്നത്. 3 മാസം മുൻപ് വരെ 400 രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്ന മത്തിക്ക് ഇന്നത്തെ വില 15 രൂപയാണ്. വള്ളക്കാർക്ക് വൻതോതിൽ മത്തി ലഭിച്ചതാണ് കുറഞ്ഞ വിലയ്ക്ക് മൊത്ത ഏജൻസികൾ മീനെടുക്കാൻ കാരണമായത്. അതേസമയം പൊതുമാർക്കറ്റുകളിലും മീൻകടകളിലും കിലോയ്ക്ക് 100 മുതൽ 150 രൂപ വരെ വില ഈടാക്കുന്നുണ്ട്. പൊതുമാർക്കറ്റുകളിലും മറ്റും ഇത്തരത്തിൽ വില വരുമ്പോൾ മത്സ്യത്തിന് ന്യായമായ വില ലഭിക്കുന്ന തരത്തിൽ സർക്കാർ സംവിധാനമാണ് ഹാർബറുകളിൽ ഏർപ്പെടുത്തേണ്ടതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. കടലിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന്റെ കനത്ത ഇടിവ് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലെ മീൻതീറ്റ കമ്പനികളാണ് വിലക്കുറവിൽ മത്തി വാങ്ങിക്കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ആപ്പിൾ ഇറക്കുമതി ഉയരാൻ സാധ്യത. ആവശ്യകതയിലെ കനത്ത മുന്നേറ്റമാണ് കാരണം. ആഭ്യന്തര വിപണിയിൽ മെച്ചപ്പെട്ട വിളവെടുപ്പുണ്ടായിട്ടും ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയാണ്. വർദ്ധിച്ചുവരുന്ന ഉപഭോഗവും ഗുണനിലവാരമുള്ള ആപ്പിളിന്റെ ആവശ്യകത ഉയർന്നതുമാണ് കാരണം. ജൂലൈയിൽ ആരംഭിക്കുന്ന 2024-25 വിപണന വർഷത്തിൽ ഇന്ത്യയുടെ പുതിയ ആപ്പിൾ ഇറക്കുമതി 10% വർദ്ധിച്ച് 6 ലക്ഷം ടൺ ആകുമെന്നാണ് USDA ഇന്ത്യ പോസ്റ്റ് റിപ്പോർട്ട്. പോളണ്ട്, US, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പ്രത്യേക മേഖലയിൽ വളരുന്ന പ്രീമിയം ക്ലബ് ഇനങ്ങൾക്ക് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ കൂടുതൽ മുൻഗണന ലഭിക്കുന്നുണ്ട്. ആഭ്യന്തര വിളവെടുപ്പ് സീസൺ അവസാനിക്കാറായിട്ടും പഴങ്ങൾക്കായുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ് ഇറക്കുമതിയെ കൂടുതൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 2024-25 കാലയളവിൽ ആപ്പിൾ ഉപഭോഗം 6.54% ഉയർന്ന് 29.79 ലക്ഷം ടണ്ണാണ് കണക്കാക്കുന്നത്. ഒരു വർഷം മുമ്പ് ഇത് 27.96 ലക്ഷം ടണ്ണായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഗോതമ്പ് പാടങ്ങൾ ചുരുങ്ങുന്നു. 15.5% റാബി സീസണിൽ ഗോതമ്പ് കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞത്. റാബി സീസണിലെ പ്രധാന വിളയായ ഗോതമ്പ് വിതയ്ക്കൽ ഊർജിതമായിരിക്കുകയാണ്. ഇത്തവണ ഗോതമ്പ് വിതയ്ക്കൽ 15.5% കുറഞ്ഞ് 41.3 ലക്ഷം ഹെക്ടറായി. കഴിഞ്ഞ വർഷം ഇത് 48.87 ലക്ഷം ഹെക്ടർ ആയിരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാകാതിരിക്കാൻ കൃത്യസമയത്ത് വിതയ്ക്കുന്നത് നിർണായകമാണ്. 336.23 ലക്ഷം ഹെക്ടർ ഗോതമ്പ് കൃഷിയിൽ നിന്നും 114
14 ദശലക്ഷം ടൺ ഉൽപാദനമാണ് സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാഥമിക കണക്കുകൾ പ്രകാരം പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളായ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗോതമ്പ് വിസ്തൃതിയിൽ ഇടിവ് കാണിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഗോതമ്പ് കൃഷിയിൽ വർധന രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 183, RSS 5 180, ലാറ്റക്സ് 123, ജാതിക്ക 400, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 500, കുരുമുളക് ഗാർബിൾ 65,700, കുരുമുളക് അൺഗാർബിൾ 63,700, ഏലക്ക 2,550 മുതൽ 2,650 വരെ, വെളിച്ചെണ്ണ 20,500, കൊപ്ര 15,100, ചുക്ക് 35,000.